ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ട് കുറച്ച് റെസിപ്പീസാണ് ട്രൈ ചെയ്യുന്നത്. ആദ്യം നമുക്ക് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് നല്ല പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്ത് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മൈദ വെച്ചിട്ടല്ല കേട്ടോ, ആട്ട വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. അതിൻ്റെ അകത്ത് ആ കറുത്ത മുള്ളൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിനെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചിട്ട് വരാം. ഈ അരച്ചെടുത്ത പേസ്റ്റ് നമ്മളിപ്പോൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു തിള വരുമ്പോഴത്തേനും നമ്മൾ പഞ്ചസാര, ഈ പൈനാപ്പിളിന് ചെറിയ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പഞ്ചസാര കൂടുതൽ വേണം. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറേ നേരം ഇളക്കി കഴിയുമ്പം ഇതുപോലെ വറ്റി വരും. ഇത്രയൊന്നും വറ്റിയാൽ പോരാ, നല്ലപോലെ വറ്റണം. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. വറ്റി വരുന്നുണ്ട്. അപ്പോൾ ആ പാനയിൽ നിന്ന് വിട്ട് വരുന്നൊരു ടെക്സ്ചറായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതാ ആട്ട എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ഇട്ട് അത് അരിച്ചെടുത്ത് മാറ്റി വെച്ചു. നമ്മൾ അടുത്ത പാത്രം എടുത്തതിലേക്ക് 1 മുട്ട, 2 മുട്ട, 3 മുട്ട, 3 പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇപ്പോൾ ഒന്നും ഇടണ്ട, ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് അടിച്ച് നല്ല പതപ്പിച്ചെടുത്തിട്ടുണ്ട്. വാനില എസൻസും കൂടി ഇതിൻ്റെ കൂടെ ഒഴിക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു നുള്ള് കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ആ മുട്ടയുടെ ഒരു മണം വരാതിരിക്കാൻ ഒരു നുള്ള് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചേക്കുന്ന പൈനാപ്പിളിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. വിസ്ക് കൊണ്ടായതുകൊണ്ട് കുറച്ച് സമയം എടുക്കട്ടെ. നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്താൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്യുക. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ടിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ചെയ്യാൻ നല്ല എളുപ്പമാട്ടോ. വീട്ടിൽ പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ, ആട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ. പിള്ളേർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ആ പൗഡർ നമ്മൾ വീണ്ടും കുറച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 2-3 തവണയായിട്ടാട്ടോ നമ്മൾ പൊടിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നാലേ ആ ഒരു ടെക്സ്ചർ വരുള്ളൂ. ആദ്യം തന്നെ മൊത്തം പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. കുറച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ട്, ഇത് നോൺ സ്റ്റിക്ക് പാനാണ്, അതിൻ്റെ അകത്തേക്ക് കുറച്ച് ബട്ടർ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഈ മിക്സ് ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ അടുപ്പത്ത് നമ്മുടെ ദോശക്കല്ല് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഈ സാധനം എടുത്ത് അടുപ്പത്തേക്ക് ആ കല്ലേലിൻ്റെ മേലേക്ക് വെച്ചു, മൂടി വെച്ച് ഒരു 30-35 മിനിറ്റ് നമ്മൾ വേവിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുത്തി നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ, വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കതിന് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല കേക്കാണ് കേട്ടോ. ക്രീമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഈ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും കഴിക്കാം, ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടത് മുറിച്ച് പോകുന്നതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട്, നല്ല സോഫ്റ്റായിട്ട് പ്ലഫി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൈനാപ്പിൾ വെച്ച് അടുത്ത സാധനം ട്രൈ ചെയ്യാം, സ്ക്വാഷ്. അത് നമ്മൾ 2 പഴുത്ത പൈനാപ്പിൾ വീണ്ടും എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് നമ്മളിതാ മുറിച്ച് പീസാക്കി മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. അതിന് മുന്നേ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്ക ചേർക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാനാണ്. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അതൊക്കെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരച്ചെടുത്തത് നമ്മൾ പിന്നെ അരിച്ചെടുക്കുന്നുണ്ട്. നല്ല കട്ടയും അല്ലെങ്കിൽ അതിൻ്റെ നാരൊന്നും ഇല്ലാതെ നമ്മൾ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് നമ്മുടെ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പിടാൻ മറന്നു പോകല്ലേ. നന്നായി തിളച്ച് വരുമ്പോൾ ഇച്ചിരി കുറുകിയൊക്കെ പോലെ വരുമ്പോഴത്തേനും നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആ നീര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു ജാറിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നല്ല സൂപ്പറാണ്. നമുക്ക് ഒത്തിരി നാളൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല, എന്നാലും ഒരു 2 ആഴ്ചയൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി സ്ക്വാഷാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ചാൽ നമുക്കിനി ഒരു പൈനാപ്പിൾ ലൈം കുടിക്കാം.
അതിനൊരു നാരങ്ങ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പൈനാപ്പിൾ എടുത്ത് മുറിച്ച് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 പുതിനയില ഇട്ടിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചതും നാരങ്ങാനീരും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് അരിച്ചെടുക്കുന്നു, കുപ്പിയിലാക്കുന്നു അല്ലെങ്കിൽ ഗ്ലാസ്സിലാക്കുന്നു, കുടിക്കുന്നു. അത്രയേ ഉള്ളൂ. എന്ത് ഈസി അല്ലേ? അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ട് ജാം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് നമ്മളിതാ അടുത്ത പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതും മുറിക്കുക. എങ്ങനെയുണ്ട് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്കും പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തേക്കുന്ന പീസസ് നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു, നല്ലപോലെ അരച്ചെടുത്തു. അതുപോലെ ക്രീമി ആയിട്ടായിട്ട് ഇരിക്കുന്നത്, കാരണം നമ്മളതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. അതും നമ്മൾ അടുപ്പത്ത് പാൻ വെച്ച് അതിലേക്ക് ഒഴിച്ചു. ആവശ്യത്തിന് ഇച്ചിരി കൂടുതൽ പഞ്ചസാര ഇട്ടോ, ജാമല്ലേ, പുളിയൊക്കെ മാറി നല്ല ടേസ്റ്റിലിരിക്കണമല്ലോ. അപ്പോൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മളിതാ ആ ഒരു ജാം ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമ്മൾ നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോൾ അത് ഇച്ചിരിയും കൂടി കട്ടിയായിട്ട് വന്നോളും. ഇനി നമ്മൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ ചായയുടെ കൂടെ ഒരു ബ്രെഡ് എടുക്കുക, ഈ ജാം അങ്ങോട്ട് തേക്കുക, കഴിക്കുക. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതും ട്രൈ ചെയ്യാം കേട്ടോ, മറക്കാതെ. ഇനി നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ട് അടുത്ത ഐറ്റം നമ്മുടെ ഹൽവയാണ്. വീണ്ടും നമ്മൾ പൈനാപ്പിൾ എടുത്തു, കട്ട് ചെയ്തു, പീസസ് ആക്കി നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു, അരച്ചെടുത്തു. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ എടുത്ത് വെള്ളത്തിൽ ചാലിച്ച് വെക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളത് നല്ലപോലെ കട്ടയില്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കുക. പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോഴാട്ടോ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഹൽവയ്ക്ക് ഇങ്ങനെ നമ്മൾ കുറേ നേരം ഇളക്കേണ്ടി വരും. അപ്പോൾ ഇതാ നമ്മൾ ആ മിക്സ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നന്നായിട്ട് ഇളക്കണം. അതവിടെ വെച്ചിട്ട് എങ്ങും പോകാൻ പാടില്ല, ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് കട്ടയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇളക്കാൻ ഭയങ്കര കട്ടിയായെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് കട്ടിയായി വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൽവയിൽ ഇടയ്ക്ക് നമുക്കിങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമല്ലോ, അതിന് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൽവ ഇതാ നല്ലപോലെ കുറുകി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ടെക്സ്ചറൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് നമുക്ക് ഹൽവ ഇട്ട് വെക്കാനുള്ള ഒരു പാത്രം നമ്മൾ ബട്ടറൊക്കെ തേച്ച് അതിൻ്റെ അകത്തും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഹലുവ വന്നില്ല, നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ്. നമ്മൾ കുടഞ്ഞ് എന്തായാലും അവനെ താഴെ ഇടും. നമ്മളോടാണ് അവൻ്റെ കളി. അവസാനം നമ്മുടെ മുമ്പിൽ അവൻ കീഴടങ്ങി. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ ആയതുകൊണ്ട് നമ്മുടെ പഞ്ചസാരയുടെ അളവ് ഇച്ചിരി കുറഞ്ഞോന്നറിയില്ല, ചെറിയൊരു പുളിയുണ്ട്, എന്നാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. നല്ല പുളിയുള്ളതാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഇച്ചിരിയും കൂടി കൂട്ടുക. നല്ല സോഫ്റ്റായിട്ടുള്ള ഹൽവ ഇവിടെ റെഡി. അപ്പോൾ നിങ്ങൾ ഇതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോഴേ ഇങ്ങനെ കഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനൊരു മോഹം. അപ്പോൾ എനിക്കിതാ പൈനാപ്പിൾ കൊണ്ടൊരു പുട്ടുണ്ടാക്കി തരാമെന്ന് പറയും. അപ്പോൾ പൈനാപ്പിൾ നമ്മൾ ക്ലീൻ ചെയ്ത് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ കൂടെ മുളക് പൊടിയും പഞ്ചസാര ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇടാൻ മറന്നുപോയി, പിന്നെ അതിൻ്റെ മേലിലിട്ട് ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അരിപ്പൊടിയിലേക്ക് ആ മിക്സും കൂടി ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് തേങ്ങ ഇട്ടു, ഈ പൊടിയിട്ട് വേവിച്ച് നമ്മൾ പുട്ടുണ്ടാക്കി. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ, ഒരു കറി ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ പറഞ്ഞ റെസിപ്പീസൊക്കെ അടിപൊളിയാണ്, വീട്ടിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് ഞങ്ങളെ അറിയിക്കാം കേട്ടോ. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.